1991 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് ഒരു ചരിത്രവുമുണ്ട്. ചിത്രത്തിൻ്റെ പേര് മാസ്റ്റർ പ്ലാൻ. അടിമുടി ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ആ ചിത്രത്തിൽ നായക വേഷം അണിഞ്ഞത് ശങ്കറാണ്, റൊമാൻറ്റിക് ഹീറോയായ ശങ്കർ. ആ ചിത്രത്തിൽ നായിക വേഷം അണിഞ്ഞത് സീതയാണ്. പിൽക്കാലത്ത് പുതിയ പാതയിലൂടെ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ച സീത. പുതിയ പാതയിലെ നായകൻ പാർത്ഥിവനെ വിവാഹം കഴിച്ച സീത. ഇരുവരും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതും വലിയ വാർത്തയായി മാറി. സീത അക്കാലത്ത് പുതിയ പുതിയ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന കാലം. അവരിന്ന് പുതുമുഖ നായികയാണ്. അങ്ങനെ മാസ്റ്റർ പ്ലാനിലെ സംവിധായകൻ്റെ അടുത്ത് അവർ എത്തപ്പെട്ടു. ചിത്രത്തിൻ്റെ തീം സംവിധായകൻ പറഞ്ഞു, ശങ്കറാണ് നായകനെങ്കിലും ശരീരം പ്രദർശിപ്പിക്കണം, വേണ്ടുവോളം പ്രദർശിപ്പിക്കണം. പൂർണ്ണ നഗ്നയായി തന്നെ ചില സീനുകളിൽ അഭിനയിക്കേണ്ടി വരും. സീതയ്ക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. കാരണം ശങ്കർ നായകനായ ഒരു സിനിമയിൽ തനിക്ക് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അത് നന്നായി എന്ന് സീത വിശ്വസിച്ചു. എന്തായാലും മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്തു. അതോടെ സീതയുടെ മലയാള സിനിമയിലെ ഭാവിയും തീർന്നു. ശങ്കറും ഔട്ടായി. യഥാർത്ഥത്തിൽ ഈ രണ്ട് സൂപ്പർ താരങ്ങളെ, ശങ്കറിനെയും സീതയെയും ഔട്ടാക്കിയ സിനിമ മാസ്റ്റർ പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ വില്ലൻ ഒരു കുള്ളൻ കഥാപാത്രമായിരുന്നു. ആ കുള്ളൻ കഥാപാത്രം സ്ത്രീകളെ ഭോഗിച്ച ശേഷം കൊല്ലുന്ന കഥാപാത്രമാണ്. ഏതോ ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് സംഭവം. പക്ഷേ കൊട്ടും കുരവയായിട്ടാണ് പടം റിലീസ് ചെയ്തത്. 1991 പടം റിലീസ് ചെയ്തപ്പോൾ കൊട്ടും കുരവയായിരുന്നു. പടം കാണാൻ ലോ ക്ലാസ് പ്രേക്ഷകർ ഇടിച്ചു കയറിയത് കൊണ്ട് പടത്തിന് സാമ്പത്തിക നഷ്ടം വന്നില്ല. മാത്രമല്ല, ഈ ചിത്രം പിന്നീട് പല പ്രാവശ്യം ഉച്ചപ്പടമായിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശങ്കറിൻ്റെ പടം മാറ്റിവെച്ച് അതിലെ സെക്സി വേഷം നയിക്കുന്ന നമ്മുടെ സീതയുടെ പടമൊക്കെ വെച്ച് അങ്ങ് ഉച്ചപ്പടമായിട്ട് അങ്ങ് കയറ്റി വിട്ടു. അപ്പോഴും അത് വലിയ ഹിറ്റായിരുന്നു. ഞാൻ മാസ്റ്റർ പ്ലാൻ കാണുന്നത് ഉച്ചപ്പടമായിട്ടാണ്. തിരുവനന്തപുരത്തെ ശ്രീബാല തിയേറ്റർ, അതിപ്പോൾ ഇല്ല, അതിപ്പോൾ ഒരു ചാനലിൻ്റെ ഓഫീസാണ്. ശ്രീബാല തിയേറ്ററിൽ ഉച്ചപ്പടമായി മാസ്റ്റർ പ്ലാൻ വന്നപ്പോൾ കോളേജിൽ ഒരു സമരമുണ്ടായിരുന്ന കാലത്ത് സമരത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ട്, കൊള്ളാനുള്ള ചങ്കുറപ്പില്ലാത്തത് കൊണ്ട് നേരെ സിനിമ കാണാൻ പോകും. അങ്ങനെ പോയി കണ്ട ഒരു പടമാണ് മാസ്റ്റർ പ്ലാൻ. മാസ്റ്റർ പ്ലാൻ വലിയൊരു ഹിറ്റല്ലെങ്കിലും സാമ്പത്തിക ലാഭമുണ്ടാക്കിയ ചിത്രമാണ്. അതിലുപരി സീത എന്ന നടിയുടെ ശരീര സൗന്ദര്യം പൂർണ്ണമായും ഒപ്പിയെടുത്ത അതിലൊരു സീനിൽ അവർ പൂർണ്ണ നഗ്നയായി അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ശരീര സൗന്ദര്യം ഒപ്പിയെടുത്ത സിനിമ കൂടിയാണ് മാസ്റ്റർ പ്ലാൻ. ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സീത ഇപ്പോൾ വലിയ നടിയാണ് തമിഴ്നാട്ടിൽ. അമ്മ വേഷങ്ങളിലും മറ്റുമൊക്കെ അവർ തിളങ്ങി നിൽക്കുന്നു. മാത്രമല്ല, തമിഴ് സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരിയായ നടിമാരിൽ ഒരാളും കൂടിയാണ് അവർ. മോട്ടിവേറ്ററാണ്. അങ്ങനെ പല രീതിയിൽ അവർ ഷൈൻ ചെയ്ത് നിൽക്കുന്നു. പാർത്ഥിവനെ വിവാഹം കഴിച്ചതോടുകൂടി അവർക്ക് വലിയൊരു താരപദവിയും ലഭിച്ചു. പക്ഷേ കഴിഞ്ഞ കാലത്ത് അവർ അഭിനയിച്ച സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ അവർ ചെന്ന് ചാടിക്കാണും. എനിക്ക് തോന്നുന്നു അവർ സിനിമയിൽ വരുന്നത് കൂടണയും കാറ്റെന്ന ചിത്രത്തിലൂടെയായിരുന്നു. റഹ്മാൻ നായകനായി IV ശശിയുടെ ചിത്രം. പക്ഷെ കൂടണയും കാറ്റിൽ അവർക്ക് വലിയ ശരീര സൗന്ദര്യമൊന്നും കാണിക്കേണ്ടി വന്നില്ല. പക്ഷെ അതിനുശേഷം മാസ്റ്റർ പ്ലാൻ ഇറങ്ങിയപ്പോൾ ശരീര സൗന്ദര്യം കാണിക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു. അതിനുശേഷം അവർ പിന്നീട് തമിഴ്നാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ പാതയിൽ എന്ന ചിത്രത്തിലൂടെ പാർത്ഥിവൻ്റെ നായികയാവുകയും പാർത്ഥിവനും അവരുമായി പ്രണയത്തിലാവുകയും ഇരുവരും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം. ഒരു കാലഘട്ടത്തിൽ ഈ നടികൾ വിചാരിക്കും, സൂപ്പർ ഹീറോ ഉണ്ടല്ലോ, തങ്ങൾക്കൊരു വേഷം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാകുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ഭാഗ്യം ദൗർഭാഗ്യമായി മാറും. സീതയെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത്.